കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും സഹായിയും പിടിയിലായി. BJP അംഗവും മഹിളാ മോർച്ച ഭാരവാഹിയുമായ സുജന്ന ഗോപി, ഇവരുടെ സഹായി കല്ലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസിൽ സലീഷ് മോൻ എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചെങ്ങന്നൂർ സ്വദേശി വിനോദ് എബ്രഹാമിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. മാർച്ച് 14-ന് രാത്രിയാണ് ATM കാർഡ് അടങ്ങുന്ന വിനോദിന്റെ പേഴ്സ് നഷ്ടപ്പെട്ടത്. കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ഭാര്യയെ ജോലി സ്ഥലത്ത് വിട്ടതിനു ശേഷം തിരികെ വരുന്നതിനിടെ വഴിയിൽ വെച്ചാണ് പേഴ്സ് നഷ്ടപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായ സലീഷ് മോനാണ് വിനോദിന്റെ പേഴ്സ് ലഭിച്ചത്. തുടർന്ന് പേഴ്സ് ലഭിച്ച വിവരം സലീഷ് സുജന്യയെ അറിയിച്ചു. തുടർന്ന് ഇരുവരും ചേർന്ന് മാർച്ച് 15-ന് രാവിലെ 6-നും 8-നും ഇടയിൽ ബുധനൂർ, പാണ്ടനാട്, മന്നാർ എന്നിവിടങ്ങളിലെ ATM കൗണ്ടറുകളിലെത്തി 25,000 രൂപ പിൻവലിക്കുകയായിരുന്നു. ATM കാർഡിനോടൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന പിൻ നമ്പർ ഉപയോഗിച്ചാണ് ഇവർ തുക പിൻവലിച്ചത്. തുക പിൻവലിച്ചതിന്റെ അറിയിപ്പ് മൊബൈലിൽ വന്നതോടെ വിനോദ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ATM കാർഡ് പിന്നീട് കല്ലിശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിനു സമീപത്തുള്ള റോഡിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സുജന്യയും സലീഷും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ വിവരങ്ങൾ ലഭിച്ചു. ATM കൗണ്ടറുകളുടെയും സമീപത്തുള്ള സ്ഥാപനങ്ങളുടെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇരുവരും ചേർന്നാണ് ATM-ൽ നിന്ന് പണം പിൻവലിച്ചതെന്ന് കണ്ടെത്തി. വൈകാതെ ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ATM കാർഡിന് പിന്നിലോ അത് സൂക്ഷിച്ചിരിക്കുന്ന കവറിലോ ATM-ന്റെ പിൻ നമ്പർ എഴുതി സൂക്ഷിക്കരുത് എന്ന് കർശനമായി ബാങ്ക് നിർദ്ദേശിക്കുന്നത് ഇത്തരം അപകടങ്ങൾ മുന്നിൽ കണ്ടാണ്. ഓരോ സ്വകാര്യ ഇടപാടിനും പിൻ നമ്പർ ആവശ്യപ്പെടുന്നത് തന്നെ അതിന്റെ സ്വകാര്യത സൂക്ഷിക്കാനും മറ്റൊരാൾ കൈകാര്യം ചെയ്യാതിരിക്കുവാനും വേണ്ടിയാണ്. അത്തരം സാഹചര്യങ്ങളിൽ ആ കാർഡിൽ തന്നെ നമ്പർ എഴുതി സൂക്ഷിക്കുക എന്നത് എത്ര അപക്വമായ പെരുമാറ്റമാണെന്ന് ഇനിയെങ്കിലും ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കണം. എന്നാൽ അതുപോലെ തന്നെ കുറ്റമർഹിക്കുന്ന ശിക്ഷയാണ് കളഞ്ഞുകിട്ടുന്ന മറ്റൊരാളുടെ സ്വകാര്യ രേഖകളോ പണമോ സ്വർണമോ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാതെ അത് സ്വയം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ അത് ദുരുപയോഗം ചെയ്തത് ഒരു സാധാരണ വ്യക്തിയല്ല, ജനപ്രതിനിധിയാണ്. പൊതുപ്രവർത്തന രംഗത്ത് സദാ ജന ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട പൊതുപ്രവർത്തകർ ഇത്തരം ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നത് മാതൃകാപരമായ ശിക്ഷ കിട്ടേണ്ട കുറ്റകൃത്യം തന്നെയാണ്.